ഏതെങ്കിലും ഒരു ഇമാമിന്റെ, ഏതെങ്കിലും ഒരു കിതാബിന്റെ, ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു വരി, ആ വരിയിലെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വാദം ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? അടുത്ത ചോദ്യമാണ്. ഇല്ല. ഇത് ഇല്ല എന്ന് നമ്മൾ മാത്രമല്ല പറയുന്നത്, അവരെന്നെ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പുസ്തകം ഏതാണ്? ജിന്നു വിവാദം വസ്തുത എന്ത് എന്നാണ് ഈ പുസ്തകം. ഞങ്ങൾ ഒരുപാട് സംവാദങ്ങളിൽ നേരിട്ട് സ്റ്റേജ് കെട്ടിക്കൊണ്ട് നേർക്കുനേരെയുള്ള സംവാദങ്ങളിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ എഴുതിയതല്ലേ? ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം വിശദീകരിക്കപ്പെട്ട ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. നാം മുജാഹിദുകൾ ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണത്. ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ മൗലവിമാരോട്, ഇവിടെ പ്രസംഗിച്ച മൗലവിയോട് ചോദിക്കട്ടെ, മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ആവർത്തന വിരസതയുടെ പ്രഭാഷണം നിർവഹിച്ച പ്രസ്തുത മൗലവിയോട് ചോദിക്കട്ടെ, ഇത് നിങ്ങളുണ്ടാക്കിയതല്ലേ? നിങ്ങൾ പറയുന്ന തൗഹീദ് നിങ്ങളായി ഉണ്ടാക്കിയതല്ലേ? നിങ്ങൾ ആരോപിക്കുന്ന ശിർക്ക് അത് വ്യാജ ശിർക്കല്ലേ? അതാണ് നമ്മളെ ചോദ്യം. കാരണം നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് ഖുർആനിൽ പറഞ്ഞതല്ല എന്ന്, നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് ഹദീസിൽ പറഞ്ഞതല്ല എന്ന്. പിന്നെന്താ നിങ്ങൾ എഴുതിയത്? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുണ്ടാക്കുക ഒരു തൗഹീദ്, എന്നിട്ട് നിങ്ങളൊരു ശിർക്ക് നിങ്ങൾ ആറ്റി കുറുക്കിയിട്ട് വേവിച്ചുണ്ടാക്കുക, എന്നിട്ട് അത് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പേരിൽ ആരോപിക്കുക. പോയി പണി നോക്കുക എന്നല്ലാതെ ഇതാണോ നിങ്ങൾ ആരോപിക്കുന്നത്? എന്നിട്ട് പറയാ ആരാണ് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണ്ട, എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. അതാണോ ദീന്? അതാണോ ദീനിന്റെ സ്വഭാവം? അതാണോ? എന്താണ്? നോക്കൂ നിങ്ങൾ, മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാ, യബ്ന ഉമർ ദീനുക ദീനുക, അല്ലയോ ഇബ്നു ഉമറേ, നിന്റെ ദീന് നീ തന്നെ നോക്കേണ്ടത്. അതുകൊണ്ട് ഫൻദുർ, നീ ആലോചിക്കണം കേട്ടോ. അമ്മൻ തഖുദു, അമ്മൻ തഖുദു, നീ ആരിൽ നിന്നാണ് ദീന് പഠിക്കുന്നത് എന്ന് നോക്കണം. ഈ പറയുന്ന ആളാരാ നോക്കണം. ഒരു കഥയുമില്ലാത്ത, ഒരു വിവരവുമില്ലാത്ത, ഖുർആനിനെ തെറ്റിച്ചോതുന്ന ആൾക്കാർ ഇവിടെ തന്നെ പ്രസംഗി. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്ന ഇത്രയും വലിയ ആയിരക്കണക്കിന് ആളുകൾ ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകില്ല. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസംഗിച്ച ആ മൗലവി 2 തവണ പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ തെറ്റായ രൂപത്തിൽ ഓതുന്നുണ്ട്. അദ്ദേഹം ഓതുന്നുണ്ട്, റബ്ബന വആതിഹിം ദിഅഫൈനി മിനൽ അദാബ്, ഇങ്ങനെയുള്ള ആയത്തിലുള്ളത്. സൂറത്തുൽ അഹ്സാബിൽ അങ്ങനെയല്ലേ ഉള്ളത്? ഇയാൾ എങ്ങനെ ഓതുന്നത്? ഞാൻ ചോദിക്കട്ടെ മൗലവി, നിങ്ങളുടെ പ്രസംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഓതുന്നുണ്ട്. നിങ്ങളുടെ പ്രസംഗത്തിന്റെ 33-ാമത്തെ മിനിറ്റിൽ നിങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രസംഗത്തിന്റെ 54-ാമത്തെ മിനിറ്റിൽ നിങ്ങൾ അങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ട്. റബ്ബന ആതിൽ ളിഅഫൈനി എന്നിങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ മൗലവി, അങ്ങനെ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത്? ഇതെന്തിനാണ് നിങ്ങൾ ഓതുന്നത്? മുസ്ലിയാക്കന്മാർക്ക് നരകത്തില് ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്ന് വരുത്താൻ വേണ്ടിയാണ് ഈ ആയത്ത് ഓതുന്നത്. അതിനുവേണ്ടി ഓതുന്ന ആയത്തിൽ പോലും അള്ളാഹുവിന്റെ കലാമിനെ പച്ചയായി മാറ്റിമറിച്ചുകൊണ്ട് ഓതുന്നൊരു മൗലവി. ഈ മൗലവിയിൽ നിന്ന് ദീന് പഠിക്കണോ? ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള സുന്നികളോടല്ല. സുന്നികൾ ആ മൗലവിയിൽ നിന്ന് ദീന് പഠിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായേക്കാവുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരിവിടെ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഓൺലൈനിലെങ്കിലും അവർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമല്ലോ, അവരോട് ചോദിക്കുന്നത്, ഇങ്ങനെ ഖുർആനിന്റെ ആയത്തിനെ മാറ്റി പാരായണം ചെയ്യുന്ന ഒരു മൗലവിയിൽ നിന്നാണോ ദീൻ പഠിക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഖുദ് അനിൽ ലദീന ഇസ്തഖാമു വലാ തഖുദു
അനില്ലദീന മാലൂ. ഇസ്തിഖാമത്തിനായി ജീവിക്കുന്നവരിൽ നിന്ന് മാത്രമേ ദീൻ പഠിക്കാവൂ. വ്യതിയാനം സംഭവിച്ചവരിൽ നിന്ന് ദീൻ പഠിക്കാൻ പാടില്ല. അപ്പൊ ആരാണ് പ്രസംഗിക്കുന്നത് എന്ന് നോക്കണം. പ്രസംഗിക്കുന്നത് ആരോ ആവട്ടെ, പറയുന്നത് കേട്ടാ മതി എന്നൊരു മൗലവി ഇവിടെ പ്രസംഗിച്ചു. ഒരു വിവരമില്ല. ഇത് ദീനാണ്, ഇത് ഫിസിക്സ് അല്ല. ഫിസിക്സ് ഇപ്പൊ നമുക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഏത് അധ്യാപകൻ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. ആണ് പക്ഷേ കാസർഗോഡ് ജില്ലക്കാരനായിരിക്കാം, അല്ലെങ്കിൽ മംഗലാപുരത്തേരനായിരിക്കാം, മലപ്പുറം ജില്ലക്കാരനായിരിക്കാം, തിരുവിതാംകൂറിലുള്ള ആളായിരിക്കാം, വയനാട്ടിലുള്ള ആളായിരിക്കാം, ആരോ ആവട്ടെ, നമുക്ക് ഫിസിക്സ് പഠിപ്പിച്ചാൽ മതി. പക്ഷെ ദീൻ അങ്ങനെയല്ല. ദീനിനെ പറ്റി എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്? ഖുദ് ഫൻദുർ അമ്മൻ തഖുദു. നീ ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് ആലോചിക്കണം. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? റബ്ബന ഇന്ന അതഅന സാദതന വകുബറാഅന. അപ്പൊ സാദാത്യങ്ങളും കുബറാഅന എന്ന് പറഞ്ഞ ഉലമാക്കളും, ഇങ്ങനെ അർത്ഥം വെക്കുന്നത്. സാദാത്യങ്ങളും ഉമറാക്കളും ഉലമാക്കളും നരകത്തിലാണ് എന്ന് അർത്ഥം വെക്കുക. ഇത് ഈ ആയത്ത് എന്തിനെ കുറിച്ചുള്ള ഇറങ്ങിയ ആയത്താണ്? അതിന്റെ തൊട്ട് മുമ്പൊന്ന് നോക്കണ്ടേ മൗലവി? ഏത് സന്ദർഭത്തിൽ ഏത് പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അള്ളാഹു അതിന്റെ തുടക്കത്തിൽ പറയുന്നത്? ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ. കാഫിരീങ്ങളെ പറ്റി പറയുന്ന ആയത്താണ്. കാഫിരീങ്ങളുടെ മേലിൽ ഇറക്കിയ ആ ആയത്തിൽ പറഞ്ഞ സാദത്ത് അതാരാ? അഹ്ലു ബൈത്തിൽപ്പെട്ട പാണക്കാട് തങ്ങന്മാരാണോ? അല്ലെങ്കിൽ കുമ്പോൽ തങ്ങന്മാരാണോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സയ്യിദ് ഉമർ തങ്ങളാണോ? അല്ലെങ്കിൽ ഈ സയ്യിദാണോ? വകുബറ എന്ന് പറഞ്ഞാൽ ആരാണ്? കാഫിരീങ്ങളിൽപ്പെട്ട അവരിൽപ്പെട്ട നേതാക്കളെ പറ്റിയാണ് പറഞ്ഞത്. ഇത് മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞതല്ല. എന്നിട്ട് കാഫിരീങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആ ആയത്തിനെ നിഷ്കളങ്കരായ, നിസ്സാർത്ഥരായ, തൗഹീദിന്റെ ധ്വജവാഹകരായ പരിശുദ്ധ മുസ്ലിമീങ്ങളുടെ മേലിൽ ചാർത്തുക. ഇതല്ലേ ഈ വഹാബികൾ ഇവിടെ ചെയ്തത്? ഇതല്ലേ രണ്ട് മൗലവിമാരും ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്? ഇതാ മൗലവി പറയുന്നുണ്ട്, മരണത്തെ ഓർക്കണം, മരണത്തെ സ്മരിപ്പിച്ചുകൊണ്ട് പറയാ. മരിക്കുന്ന സമയത്ത് അസ്റായീൽ റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുമ്പോ ഓരോ ആളും മലക്കിനെ കാണുമ്പോ പറയും, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തന്നെ ഒന്ന് മടക്കുമോ? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഒഴിവാക്കിപ്പോയ അമലുകളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷേ കാര്യമില്ല. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ആ വാക്കുകൾ നിരർത്ഥകമായ വാക്കാണ്. അവർക്ക് ഇനി ഒരു ദുനിയാവിലേക്കുള്ള ഒരു മടക്കം ഇല്ല. ഈ ആയത്താണ് ഇവിടെ പ്രസംഗത്തിന്റെ തുടക്കത്തില് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ ആ ആയത്തിന് അവർക്ക് മറുപടിയാണ്. 3 മണിക്കൂർ ഇവിടെ പ്രസംഗിച്ച 2 മൗലവിമാർക്കുമുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ആയത്ത്. അതവർ ചിന്തിച്ചോ? ചിന്തിക്കാൻ എന്താ? പരിഭാഷയിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത്. ഖുർആനിലേക്ക് വരൂ എന്നല്ല പറയുന്നത്, ഖുർആൻ പഠിക്കൂ എന്നല്ല പറയുന്നത്, ഖുർആന്റെ പരിഭാഷ പഠിക്കൂ എന്നാ പറയുന്നത്. എന്താ ഖുർആനും ഖുർആന്റെ പരിഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, പരിഭാഷയോ അത് എഴുതിയോന്റെ കലാമാണ്. അതാ വ്യത്യാസം. ഖുർആൻ അള്ളാഹുവിന്റെ ഭാഷണമാണ്, ഖുർആന്റെ പരിഭാഷ പരിഭാഷകന്റെ വാക്കാണ്. അതാ വ്യത്യാസം. എന്നിട്ട് ഖുർആനിലേക്ക് ക്ഷണിക്കുക എന്നതിന് പകരം ഈ പാവപ്പെട്ട മുന്നിലിരിക്കുന്ന മുജാഹിദിന്റെ ചെറുപ്പക്കാരായ തെറ്റിദ്ധരിച്ച ആളുകൾ, നമ്മളവരെ കുറ്റം പറയല്ല, അവരൊക്കെ തിരിച്ചു വരും. അവരുടെ മുമ്പാകെ ഒരു സംശയ നിവാരണത്തിന് ഉതകുന്ന ഒരു ക്ലാസ് വെച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ മദ്രസയിൽ ഒരു പരിപാടി വെക്കൂ, ഞാൻ വരാം, എന്ത് ചോദ്യങ്ങളും ചോദിച്ചോട്ടെ. അവർക്ക് സംശയമുള്ള ഏത് ചോദ്യവും അവരുന്നയിച്ചോട്ടെ. തൗഹീദാവട്ടെ, ബിദ്അത്താവട്ടെ, മരണാനന്തര മുറകളാവട്ടെ, നബിദിനമാവട്ടെ, തറാവീഹാവട്ടെ, എന്തിനെ കുറിച്ചും ചോദിച്ചോട്ടെ, കൃത്യമായ മറുപടി പറയാം. അതോടുകൂടി എല്ലാ സംശയവും പമ്പ കടക്കും. അപ്പൊ അവരെ കുറ്റം പറയല്ല. പക്ഷെ ഈ ആയത്തിൽ എന്താ പറയണത്? റബ്ബി,
അർത്ഥം വെക്കണം. ഒറ്റയടിക്ക് പരിഭാഷ നോക്കി അർത്ഥം വെച്ചാൽ കിട്ടൂല. പരിഭാഷയിൽ ഒരർത്ഥം ഉണ്ടാകുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ 100,000 സാരാംശങ്ങളിൽ 1-2% മാത്രമേ പരിഭാഷയിൽ ഉണ്ടാകുള്ളൂ. പരിഭാഷ നോക്കി മൗലവിയായ ആളുകൾക്ക് പ്രസംഗത്തിന് പറയാമെന്നല്ലാതെ അതിന്റെ അർത്ഥത്തിന്റെ വിശാലതയിലേക്ക് അവരുടെ ചിന്ത പോയിട്ടുണ്ടാകില്ല. റബ്ബി, മരണാസന്ന വ്യക്തി മലക്കുകളെ കാണുമ്പോൾ റബ്ബി, എന്താ അതിന്റെ അർത്ഥം? രണ്ടർത്ഥം തഫ്സീറുർ റാസിയിൽ കാണാം. ഒന്നാമത്തെ അർത്ഥം തഫ്സീറുർ റാസിയിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞതെന്ന് അറിയോ? റബ്ബി, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇർജിഊനി, മലക്കുകളെ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ? ആരോടാ സഹായം തേടുന്നത്? മലക്കുകളോട്. എന്താ തേടുന്നത്? ദുനിയാവിലേക്ക് മടക്കാൻ. ദുനിയാവിലേക്ക് മടങ്ങൂലല്ലോ, അജലത്തി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് മടങ്ങില്ലല്ലോ. എന്നിട്ടും ആ പ്രതിസന്ധി ഘട്ടത്തിൽ, മരണത്തെ മുഖാമുഖം കാണുന്ന ഘട്ടത്തിൽ ഈ മനുഷ്യൻ മലക്കുകളോട് ദയാപേക്ഷ നടത്തുകയാണ്, ദയവോടുകൂടി അപേക്ഷിക്കുകയാണ്, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ മലക്കുകളെ. മൗലവിയുടെ ഭാഷയിൽ ഇപ്പൊ എന്തായി? മൗലവിയുടെ ഭാഷ ഇത് നന്നാവാൻ വേണ്ടിയാണ് ദുനിയാവിലേക്ക് പോരട്ടെ എന്ന് ചോദിക്കുന്നത്. മൗലവിയുടെ ഭാഷയിൽ മലക്കുകളോടാണ്. അത് ശിർക്കാണോ വസീലത്തുനില ശിർക്കാണോ? ഇതാണ് നമ്മളെ ചോദ്യം. എൻ്റെ 6ാമത്തെ ചോദ്യം അതാണ്. മലക്കുകളോട് മരണാസന്ന വേളയിൽ മരണാസന്നനായ വ്യക്തി ദുനിയാവിലേക്ക് തന്നെ നന്നാവാൻ വേണ്ടി മടക്കി തരുമോ എന്ന ആ അപേക്ഷ ശിർക്കാണോ വസീലത്തുനില ശിർക്കാണോ? പറയണം. നിങ്ങൾ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചാൽ പോരാ, നിങ്ങൾ സ്വയം പഠിക്കണം. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചാൽ പോരാ, നിങ്ങൾ സ്വയം പഠിക്കണം. എന്നിട്ട് ചരിത്രത്തെ അങ്ങോട്ട് വക്രീകരിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊക്കെ പ്രഹസനങ്ങളും കോമാളിത്തരവുമാണ് അയാൾ അന്നത്തെ പ്രസംഗത്തിൽ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അന്നത്തെ നല്ല എന്നത്തെയും ഒരു പ്രസംഗം അയാൾ നടത്തിയാൽ, ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകത്തുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിൻ്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം. അപ്പോൾ ഇതാണ് അയാളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൻ്റെ ബാക്കിയായി വന്നൊരു സാധനം ഇതാണ്. ഇനി ഇങ്ങനെ നല്ല എവിടെയും ആരോട് ഇടപെടുമ്പോഴും നന്നായൊരു കൊട്ടേഷൻ സംഘത്തിലെ കൂലിത്തല്ലുകാരൻ്റെ ശൈലിയാണ്. അയാളുടെ കൂടെ തന്നെ ജിന്ന് ചികിത്സയും സേവയുമൊക്കെ ആയി നടന്ന മറ്റൊരു മൗലവി, ആ മൗലവി പിന്നെ അയാളുമായി തെറ്റിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ബാലുശ്ശേരി മൗലവിൻ്റെ വീട്ടിൽ ജിന്നിറക്കാൻ പോയിരുന്നു എന്ന് തുടങ്ങി ചില കലാപരിപാടിയൊക്കെ പറഞ്ഞപ്പോൾ അതിന് ബാലുശ്ശേരിൻ്റെ മറുപടി നിങ്ങൾക്കൊന്ന് കേൾക്കാം. എന്റെ പേരിൽ പറഞ്ഞ ഈ നുണക്കെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. അതൊരു മര്യാദയാണ്. ഓനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാ പോകുന്നത്. അതും മര്യാദയാണ്. പക്ഷെ അതിന് ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജാതി ആളുകൾ വിലസരുത്, മനസ്സിലായില്ലേ? അതിന് നാളെ വീഡിയോ ചെയ്ത് ഞാൻ വേറൊരു കൗണ്ടർ ചെയ്യാനല്ല പോകുന്നത്. അങ്ങനെ ധൈര്യമുള്ളവർ, സാജിദ് പറഞ്ഞ ശരിയാണ് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തനത്താണി സാജിദ് തിരുവങ്ങാടിനെ കൊണ്ടുവരട്ടെ. സാജിദ് ഇയാളെ പെരയിൽ പോയി ജിന്നിറക്കിയെന്നോ ചെയ്ത്താൻ ഇറക്കിയെന്നൊക്കെയാ പറയണേ. ഇയാളും മേത്തുനിന്ന് പിന്നെ ഇറങ്ങണമെങ്കിൽ ഇയാളെ തന്നെ ഇറക്കണം, അല്ലാതെ ഒരു ചെയ്ത്താൻ വേറെ വേണോ? ഞാനും എന്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന എന്റെ മക്കളും ഞങ്ങളും വരാം. ഇതിന് നമുക്ക് അവിടെ നിന്ന് തെളിയിക്കാം. എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാണെന്ന് അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഓന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കാൻ നല്ല ബാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികളുണ്ടെങ്കിൽ KN-മാർ വന്നോട്ടെ. അതിനെങ്ങനെ നിങ്ങൾ കൊട്ടേഷൻ ചാർജ് വാങ്ങലെന്ന് നമുക്ക് അറിയേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഏൽപ്പിച്ചാൽ രാജ്യത്ത് നിയമപരമായൊക്കെ അത് വിധേയപ്പെടുമെങ്കിൽ എത്ര ഞങ്ങളെ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കുറച്ച് ആളുകൾ മൗലവിമാരുടെ ഏൽപ്പിച്ചു തരാം, രാജ്യം അനുവദിക്കുമെങ്കിൽ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വൈജ്ഞാനികമായ ചർച്ചയോ
പ്രമാണം വെച്ചുകൊണ്ടുള്ള ഒരു സംസാരമോ അർഹിക്കുന്നേ ഉള്ള ആളല്ല ഇവിടെ വന്നത്. പിന്നെ ദാരിമി ഉസ്താദ് ഇത്തരം വിഷയങ്ങൾ ആമുഖമായി പറഞ്ഞത് പരലോകത്തെ പേടിച്ച് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ടാവും. പള്ളിക്കമ്മിറ്റിനോടോ നാട്ടിലെ മൂല്യാരോടോ കാരണവരോടൊക്കെ തെറ്റിയിട്ട് കുശുമ്പ് തീർക്കാൻ വഹാബിയായതല്ല. പരലോകം അവിടെ കിട്ടുമെന്ന് കരുതി മുജാഹിദായി പോയ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു മെസ്സേജായി അതിനെ കണ്ടാൽ മതി. എന്തൊക്കെയാണ് ഇവിടെ എന്താണോ വഹാബികൾ ഇവിടെ വിളിച്ചു പറയാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടെ സംസാരം. ഞാൻ ആമുഖം ഇനി വിശദീകരിക്കല്ല. ഇവരുടേതായ കുറച്ച് സഫാത്തുകൾ കേൾപ്പിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടത്തെ ഖത്തീബ്, ഇവിടത്തെ വെള്ളിയാഴ്ചയിലെ പ്രസംഗകൻ ഖത്തീബ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോ അയാളാണ് തോന്നുന്നുണ്ട് ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ഭയങ്കര ഉഷാറാക്കി പറയണേ ഇവിടെ പുരോഹിതന്മാർ സമുദായത്തെ വഞ്ചിക്കും, അതിലൊരു സംശയവുമില്ല. അപ്പൊ ആ പുരോഹിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യണം? തെളിവ് ചോദിക്കാതെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഈയിടെ ഏതെങ്കിലും ഒരു മുജാഹിദിലെ ആ മുജാഹിദ് പെട്ടുപോയ അനുയായി ആ പുരോഹിതന്മാർ പറയുന്ന ഒരാശയത്തെ തലകൊണ്ട് ചിന്തിച്ച് ചെവി കൊണ്ട് കേട്ടിട്ട് മനസ്സുകൊണ്ട് വിലയിരുത്തിയിരുന്നുവെങ്കിൽ ആ ബാലുശ്ശേരി പോണീന്റെ മുമ്പ് എന്തെല്ലാം തെളിവ് ചോദിക്കാൻ നിങ്ങൾക്കുണ്ട്? ഏതായാലും ആ മൗലവി പറയണമെന്ന് കേൾക്കാം. പണ്ഡിതന്മാരെയാണ് ഞാൻ ഒന്നും കൂടി വളരെ വളരെ വിശാല മനസ്സോടെ നിങ്ങളോട് കാര്യം തുറന്നു പറയാണ്. സലഫികൾ പോലും ഏതെങ്കിലും കാര്യത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രമാണമുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾ നടത്തണം. അങ്ങനെ നിങ്ങൾ മുജാഹിദ് കുഞ്ഞാടുകളെങ്ങാനും പുരോഹിതന്മാരോട് കൃത്യമായിട്ടൊരു പ്രമാണം തലകൊണ്ട് ചിന്തിച്ച് വിഷയം കേട്ടാൽ പിന്നെ ബാലുശ്ശേരി ഒന്നും രണ്ടാമതൊരു സ്റ്റേജിൽ കയറൂല. കാരണം എന്തേ? അതാണ് നമ്മുടെ പരലോക വിഷയം. ഈ പരലോകം പറയാന്നല്ലാതെ കടുകുമണിയോളം ഈ വിശ്വാസങ്ങളെ കൽബിലുണ്ടോ ചങ്ങായിമാരെ? പുരോഹിതന്മാർ വഞ്ചിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ സഹോദരങ്ങളെ അതിൽ നമുക്ക് വിശ്വാസമില്ലേ? ഞങ്ങൾക്ക് 110 ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ കണ്ട വഹാബി പുരോഹിതന്മാരെയൊക്കെ ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് കെട്ടാൻ പറ്റുമോ? അത് വഞ്ചനയുടെ ആൾക്കാർ തന്നെയാണ്. ആ വഞ്ചനയിൽ ഉമ്മത്ത് പെടാതിരിക്കാനാണ് ഈ പരിപാടിയൊക്കെ. തീർച്ചയായും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വഹാബി കുഞ്ഞാട് പുരോഹിതന്മാരോട് വല്ലതും അന്വേഷിക്കാറുണ്ടോ? അങ്ങനെ അന്വേഷിക്കാറുണ്ട് എങ്കിൽ ആഴ്ചക്കും മാസത്തിലും തൗഹീദടക്കം മാറ്റിയും തിരുത്തിയും പറയുന്ന ഗതികേടിൽ നിങ്ങൾ കുഞ്ഞാടുകൾ ഉണ്ടാകും. ഞാൻ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചും ആലോചിച്ചും കേൾക്കുന്നൊരു കൗമുണ്ടെങ്കിൽ ഇവിടെ വന്ന പുരോഹിതൻ തന്നെ നോക്കുങ്ങൾ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ പൈവളികയിൽ നമ്മൾ ഈ ബാലുശ്ശേരിക്കൊക്കെ മറുപടി പറഞ്ഞ് ഇങ്ങനെ മെനക്കേടാണ്, അതിന് പണം ചെലവാക്കാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ പറയണോ കോൻ തന്നെ ഇവിടെ വന്ന് പറയില്ല എന്നൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റൂല. അതാണ് വഹാബി പൗരോഹിത്യം. പക്ഷെ ആ 10 കൊല്ലത്തിൻ്റെ ഇടക്ക് അതിൽപ്പെട്ട് ആരെങ്കിലും കബറിലെത്തിയാൽ അത് മുങ്കർണക്കിൻ്റെ അടുത്ത് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണേ. നിങ്ങൾ നോക്ക്, ഇങ്ങനെ അന്വേഷിച്ചു പറയുന്ന പുരോഹിതന്മാരാണോ നിങ്ങൾ? അങ്ങനെ കേൾക്കുന്ന കൗമാണോ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ബാലുശ്ശേരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളെ പറ്റി ഒരു കാലത്തെ അഭിപ്രായം എന്താണ്? മൗലവി പറയും അതിനൊരു ബർക്കത്തുല്ല, ബാപ്പാന്റെ മുടി എടുത്തച്ച മാതിരിയാണ് എന്നാണ്. കൃത്യമായി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞു അത് ബാപ്പാന്റെ മുടി മരിച്ച കുറച്ച് എടുത്തേക്കും വഹാബികള് വീട്ടിൽ ഓർക്കാൻ. കബറിങ്ങ പോയി ഒരു ഫാത്തി ഓതണ പരിപാടി ഇല്ലല്ലോ. അതിന് പുണ്യുണ്ടെന്ന് വിചാരിക്കാനാ? അതിന് പുണ്യുണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. വർഷങ്ങളോളം ഈ സമുദായത്തിന്റെ അന്നം തിന്ന് ഈ ഉമ്മത്തിന്റെ എനർജി ദുരുപയോഗം ചെയ്ത് ഈ വായാടി മൗലവി രാജ്യത്തിന്റെ തെരുവിൽ ഇസ്ലാമിന്റെ പേരിൽ ഈ പച്ച തമ്മാടിത്തം വിളിച്ചു പറഞ്ഞപ്പോ കുഞ്ഞാടുകളില്ലായിരുന്നോ സദസ്സിലെ? സംഘാടകരില്ലായിരുന്നോ ഈ പുരോഹിതന്റെ കൂടെ? തെളിവ് ചോദിച്ചിരുന്നോ നിങ്ങൾ? പ്രമാണം അന്വേഷിച്ചിരുന്നോ നിങ്ങൾ? അന്വേഷിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ ഈ തമ്മാടിത്തം ഈ പുരോഹിതനെ വിളിച്ചു പറയോ? നിങ്ങൾ അന്വേഷിച്ചില്ല. ഞങ്ങൾ വണ്ടി എടുത്ത് പിന്നാലെ കൂടി അണ്ണാക്കിലേക്ക് പ്രമാണങ്ങൾ തിരികെ വെച്ചു കൊടുത്തു. ശ്വാസം മുട്ടിയപ്പോൾ വഹാബി പുരോഹിതന്മാർ ഛർദിച്ചു. മുത്തുനബിയുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട്.
ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളിലെ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഏയ്, തലയും പാലും ഉടലൊക്കെ ബനനിയ നേരത്തെ ക്ലിപ്പില് അത് നിഷേധിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദരാ തിരുത്തണം. ഉണ്ടെങ്കിൽ എന്നല്ല, അവിടെ അത് ഉണ്ടാകും, സ്റ്റോക്കാ. കാരണം 5 കൊല്ലം മുമ്പ് ആ തോന്നിയാസം ആരാന്റെ ചോറും തിന്ന് സ്റ്റേജ് കെട്ടി പഠിപ്പിച്ചു കൊടുത്തത് ഇഞ്ചാനാണ്. അന്ന് ചോദിച്ചിരുന്നോ പ്രമാണം ഉണ്ടോന്ന്? നിങ്ങളിത് തലച്ചോറ് കൊണ്ട് കേട്ടിരുന്നോ കുഞ്ഞാടുകളെ? എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാത്രമുണ്ട്. അതിന് പാര എല്ലാറിനും സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്. ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞത് ആരാ? നീ തന്നെ. മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. ഇവന്റെ തൊലിക്കട്ടി കണ്ടങ്ങള് ഈ സൺ ഓഫും തറവാടുള്ള ചെങ്ങായി തന്നെയാണ് കൊല്ലങ്ങളോളം ബർക്കത്തില്ല എന്ന് പ്രസംഗിച്ചു കിടന്നേ. എന്നിട്ട് എന്ത് ഉസുറും പുള്ളില്ലാതെയാണ് ഈ പരലോകം പറയുന്നത് വഹാബികൾ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വഹാബിയൊക്കെ ഭയങ്കര പരലോക വിശ്വാസത്തിലെ. എന്നിട്ട് മൗലവി പറയാണ് വളരെയധികം വൈകാരികമായൊക്കെ മൂല്യന്മാര് ഇങ്ങനെയൊക്കെ മൂല്യന്മാര് ഉസ്താദുമാര് നുണ പറയില്ല എന്ന് പറഞ്ഞു പോലെ പിന്നാലെ നടന്നാൽ ആഖിറത്തിലെത്തുമ്പം വില കടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആയത്ത് തെറ്റിച്ചിട്ടാണെങ്കിലും മോദിയിട്ട് ആളുകളെ കുപ്പിയിലാക്കുകയാണ്. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. ഈ ആയത്തിന്റെ കോലൊക്കെ ദാരിമി ഉസ്താദ് പറഞ്ഞു. ഇഞ്ഞതാണ് വീട, ബാക്കി പറയട്ടെ. നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ആയത്താണ്. അതാണ്. നിങ്ങളത് കൊത്തിവെച്ചാ പിന്നെ വഹാബിയാകോ ചങ്ങായിമാരെ? പ്രത്യേകിച്ച് ഈ ഒരു തലമുറയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഇത്തരത്തിൽ ഉസ്താദുമാർ ഞങ്ങളെ ചതിക്കില്ല. ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്റെ പ്രഭാഷണ ശകലം 10 കൊല്ലം മുമ്പ് തൗഹീദായി പറഞ്ഞൊരാശയത്തെ ഈ 10 കൊല്ലത്തിന്റെ ശേഷം തൗഹീദല്ല ശിർക്കാണെന്ന് പറഞ്ഞത്, 10 കൊല്ലം മുമ്പ് ശിർക്കാണെന്ന് പറഞ്ഞൊരാശയം 10 കൊല്ലത്തിന്റെ ശേഷം തൗഹീദാണെന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിതനെ കൊണ്ടുവരാൻ കഴിയുമോ വഹാബികളെ? നിങ്ങളത് ഞങ്ങൾ 100 എണ്ണം കൊണ്ടുവരും, 100 എണ്ണം കൊണ്ടുവരും. എന്ത് പരലോകാട അങ്ങക്കുള്ളത്? അവർ ഞങ്ങളെ വഞ്ചിക്കില്ല എന്ന രൂപത്തിലാണ് അവരുടെ പിന്നാലെ കൂടുന്നത്. ശരിക്കും ബലവിശ്വാസമാണ് അത്. മുമ്പ് ബർക്കത്തില്ല എന്ന് പറഞ്ഞ പണ്ണാക്കോടാതെ വിഴുങ്ങി. പിന്നെ ഉണ്ട് കേട്ടോ, ഞാനത് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ടും കട്ടക്ക് വിഴുങ്ങി. എന്നിട്ട് ബല വന്ന് പരലോകം പറയണം. അവര് ആലോചിക്കേണ്ട ആയത്താണ്. നാളെ പരലോകത്ത് നോക്കൂ. അപ്പൊ ചെങ്ങായിമാരെ, നിങ്ങളിത് എപ്പോഴും ആലോചിക്കുക. ഇവിടെ ഇതൊക്കെ റെഡിയാണ്. ഞങ്ങൾ പിടിച്ചത് നല്ല കുറ്റുറപ്പുള്ള തേക്ക. ഞങ്ങളെ മിമ്പറയിൽ ഖുതുബോധന ഒരു പണ്ഡിതൻ കഴിഞ്ഞ വെള്ളിയാഴ്ച തൗഹീദായി പറഞ്ഞൊരാശയം പിറ്റത്തെ കൊല്ലം ശിർക്കാന്ന് പറഞ്ഞാൽ അന്ന് ചോറ് കൊടുത്തിട്ട് പറയും, മൂലരെ ഇതുവരെയുള്ള ശമ്പളത്തിരി അഞ്ഞുങ്ങൾ പോയിക്കോളേൻ. അതാണ് സുന്നത്ത് ജമാഅത്ത്. നടക്കുവോ വഹാബികളെ കൂട്ടത്തിൽ അത്? അങ്ങനെ നടന്നാൽ പിന്നെ തുടരൊരു മാസം 4 വെള്ളിയാഴ്ച ഖുതുബോധാൻ ഏത് പുരോഹിതൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുക? എന്നിട്ട് ഇവിടെ ആയത്തോതാണ്. എന്നിട്ട് ബാലുശ്ശേരി താങ്ങണുണ്ട്, തൊണ്ട തൊടാതെ ഒന്നും നിങ്ങളൊന്നും വിഴുങ്ങരുത്. എന്താണോ വഹാബികൾ ചെയ്യുക അത് വഹാബികൾ മറ്റുള്ളവരെ പരടിക്ക് ഇടുക. അൻസാർ ഇവിടെ പറഞ്ഞല്ലോ, മുജാഹിദുകളെ തൊണ്ട തൊടാ ഞങ്ങളും അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. പരലോക വിശ്വാസമുള്ള നിങ്ങൾ വിഴുങ്ങൂല. പറയണേ നിങ്ങൾക്ക് തെളിവ് ചോദിക്കാം. അങ്ങനെ ബർക്കത്തില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെ ചോറും നിന്ന് നടന്നെന്ന് നിന്നോട് ആരെങ്കിലും ഈ തെളിവ് ചോദിച്ചിനിയോ? നീ തെളിവ് നോക്കിനിയോ? നോക്കിക്കണമെങ്കിൽ പിന്നെപ്പം എങ്ങനെയാ ബർക്കത്ത് ഉണ്ടായത്? അത് തരേണ്ട ബാധ്യത ഞങ്ങൾക്ക്. എന്നിട്ട് എന്തേ അന്നാണോ ബാധ്യത, ഇന്നാണോ ബാധ്യത നിറവേറ്റ്? ഞങ്ങൾ തരുവും ചെയ്യും. എന്താ ഈ ഡയലോഗിനൊക്കെ പറയാം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ അണ്ണാക്കൂടാതെ വിഴുങ്ങേണ്ട ഒരു വഹാബി ആയാലും. ഇനി നിങ്ങൾ നോക്ക്, ഇവിടുത്തെ വഹാബി പുരോഹിതന് വല്ലാത്തൊരു വിഷമം. വഹാബികളെ പരിഭാഷത്തിലെ വിതരണം ചെയ്തപ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞത്രേ അത് വാങ്ങരുത് എന്നല്ല, അയിമക്ക് നോക്കുക പോലും ചെയ്യരുത്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മൗലവിന്റെ പരാതി ആദ്യം കേൾക്കുക. അതിലൊരു അനുഭവം നോക്കൂ. അതിലൊരു അനുഭവം ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. സൗജന്യമായി ഇവിടെ ഖുർആൻ വിതരണം ചെയ്യുന്നുണ്ട്, പരിഭാഷ വാങ്ങിപ്പോകരുത്. എന്തേ അവർക്ക് ഭയം? ഓലെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. ആരാച്ചാ ആ പറഞ്ഞ ആൾക്കാർക്ക് ഭയം. അതിലെന്തെങ്കിലും ആശയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ഗണ്ണിക്കാം, അല്ലെ? ഒന്നുമില്ല എന്നവർക്കറിയാം. പിന്നെയും ഒന്നുമില്ല എന്നോ? നിങ്ങളെ പരിഭാഷയിലോ? നിങ്ങളെ പരിഭാഷയില്
നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ വർഷവും ഓരോ രീതിയിലുള്ള മതമാണ്, നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ കാലത്തും ഓരോ രീതിയിലുള്ള ഇസ്ലാമാണ്. അപ്പോ വഹാബികളുടെ പരിഭാഷ ഈ നാട്ടിൽ വിതരണം ചെയ്തപ്പോ നാട്ടിലെ ആളുകൾ പറഞ്ഞത്രേ, ബഹുമാനപ്പെട്ട MLA അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ വഹാബികളുടെ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷ വാങ്ങണ്ടെന്ന് പറഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാണത് വാങ്ങണ്ടെന്ന് പറഞ്ഞത് എന്ന് മുസ്ലിമീങ്ങൾക്കറിയോ? ഒരു വഹാബി പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾ 2 പുസ്തകം വാങ്ങിയാൽ 2 കോലത്തിലെ പടച്ചോനെ അങ്ങക്ക് കിട്ടുക. വെറുതെ പറയല്ല, വഹാബികളുടെ എല്ലാ ഗ്രൂപ്പും ആദരണീയനായി കാണുന്ന അമാനി മൗലവി, ആ അമാനി മൗലവിയുടെ ഒരു ഖുർആൻ പരിഭാഷ ഉണ്ട്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ അമാനി മൗലവിന്റെ പരിഭാഷയിൽ എന്താണ് അമാനി മൗലവി പറയുന്നത്? അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു ആകാശത്തിരിക്കുകയാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കലാണ്, ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യമാണ്. ഇനി അതേ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച വേറൊരു പുസ്തകമുണ്ട്, വെളിയങ്കോട്ടമ്പർ മൗലവിന്റെ ബുക്ക്, അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ബുക്കിലുള്ള പടച്ചോൻ എങ്ങനെയാ? ഉമർ മൗലവി പറയാണ് അള്ളാഹ് ആകാശത്തിരിക്കാൻ തന്നെ പറയണം, അങ്ങനെ പറയാത്തവൻ വിവരദോഷിയാണ് എന്നാ. അപ്പൊ മുജാഹിദുകളുടെ ഒരു ബുക്ക് സ്റ്റാളിൽ 2 കോലത്തിൽ അള്ളാനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് അതങ്ങനെ. ഇനി ഒരു മൗലവി തന്നെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് അത് ഒരിക്കൽ പ്രസിദ്ധീകരിച്ച് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ചാലോ? എത്ര വട്ടം പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാന്റെ എണ്ണം കൂടുകയാണ്. ഇവിടെ പ്രസംഗിച്ച ജിന്ന മുജാഹിദുകളുടെ നേതാവാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. ആ പറപ്പൂരിന്റെ ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. ആ ഖുർആൻ പരിഭാഷക്ക് പറപ്പൂർ കൊടുക്കുന്ന ഒരർത്ഥമുണ്ട്. ഏതായത്തിന് ഡിക്ഷണറി നോക്കിയാൽ അതിന്റെ അർത്ഥം തണ്ടങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം എന്നാണ്, ദിവസം എന്നാണ്. എന്നാൽ അത് ആലങ്കാരികമായി പ്രയോഗമാണ്. ഞങ്ങളെ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ പേടിച്ചിട്ട് മടക്കുത്തി മണ്ടുക എന്ന് പറയും. ബേജാറുണ്ടാകുമ്പോൾ തുണി മടക്കുത്തിയിട്ട് ഓടുക. ഇത് പരലോകത്തെ ബേജാറിനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ആദ്യം എഴുതിയ പരിഭാഷന്റെ കോപ്പിയാണ്. സഹോദരന്മാരെ, ആദ്യം ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പര് പറഞ്ഞു അത് അള്ളാന്റെ തണ്ടങ്കാല് എന്നൊന്നും പറഞ്ഞൂടാ. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. തണ്ടങ്കാല് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത് പരലോകത്തെ പേടിനെ പരിചയപ്പെടുത്തുകയാണ് എന്ന്. അതേ പുരോഹിതൻ അതേ ഖുർആൻ പരിഭാഷ രണ്ടാമതിറക്കിയപ്പോൾ പടച്ചോ മാറുകയാണ്. നിഷേധിക്കാൻ കഴിയോ വഹാബികളെ? നിങ്ങൾക്ക് തലേന്നല്ല, എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു തരാൻ വരുന്നത് അല്ലേ? നിങ്ങളുടെ ഒരേ പുരോഹിതൻ, നിങ്ങളുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി 2 കാലത്ത് എഴുതിയ ഖുർആൻ പരിഭാഷയിൽ 2 പടച്ചോനാണ്. ഇനി അള്ളാഹു ആ ഖുർആൻ പരിഭാഷ 3ാമത് പുനഃപ്രസിദ്ധീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതെക്കട്ടെ, പടച്ചോൻ ഒന്നും കൂടി ഉണ്ടാവും. ഇത് നുണയാണോ? ഞങ്ങളെ ബാലുവിന്റെ വർത്താനല്ല, ആധികാരികമായി നട്ടലോടെ പറയുന്ന സംഗതി പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെയാണ് വഹാബികളെ ഖുർആൻ പരിഭാഷ വാങ്ങരുത് എന്ന് പറഞ്ഞത്. വഹാബികളുടെ ഖുർആൻ പരിഭാഷയിൽ അവരെഴുതി വെക്കുന്ന തോന്നിവാസങ്ങള് അള്ളാന്റെ കലാമല്ല. ഇനി വഹാബികളുടെ 100 കൊല്ലത്തെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ ചുരുങ്ങിയത് 100 പടച്ചോനെ ഞാൻ കാണിച്ചു തരും. നിഷേധിക്കാൻ പറ്റുമോ വഹാബികളെ? ഞാൻ സമയം ആവശ്യത്തിന് 1-2 എക്സാമ്പിൾ പറയാണ്. അയിമങ്ങൾ തൊട്ടാണ്ടല്ലോ നിങ്ങളെ കൈ പൊള്ളും. ഫൈസൽ മൗലവി പറഞ്ഞ മൗലവി ഒരിക്കൽ എൻ്റെ പേരും ഞാൻ പറഞ്ഞ ഈ ക്ലിപ്പുമ്പലും തൊട്ടിട്ടുള്ളൂ. പിന്നെ അയാൾ ഈ ദിവസം വരെ എൻ്റെ പേരും ഉണ്ടിയിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരുമോ? അത് ഇഞ്ചെന്തേലും വലുപ്പത്തരല്ല, നിങ്ങളെ വിവരക്കേട് അത്ര വലുതായതുകൊണ്ടാണ്. അപ്പൊ സഹോദരന്മാരെ, എന്നിട്ട് മൗലവി പറയണം അരിയും തിന്ന ആശാരിച്ചിനിയും കടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് വരുന്നില്ലേ? ഇവിടെ ഈ കോലത്തിൽ ഒരു അള്ളെന്നെ വഹാബിയാക്കില്ല. എന്നിട്ട് വഹാബി പുരോഹിതൻ ഇവിടെ വന്നിട്ട് പറയാണ് ഇവിടെയുള്ള പുരോഹിതൻ ഇനിയെ തോന്നുന്നുണ്ട്, എത്ര ആയത്തുണ്ട് ഖുർആനില്, ഇതുവരെ ഇവിടെ നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലാക്കണോ? എങ്ങനെയുണ്ട്? നമുക്കറിയില്ലേ എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? ഞങ്ങൾക്കറിയാം. ആ ഖുർആനിലെ ആയത്തിൽ അള്ളാൻ എങ്ങനെയാ പരിചയപ്പെടുത്തിയെന്നും അറിയാം.
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ മനുഷ്യർക്ക് വഴികാട്ടാൻ വേണ്ടി എത്ര ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ നിങ്ങളെ കയ്യിൽ അത് കിട്ടിയ കുരങ്ങന്റെ കയ്യിൽ മാലട്ടിയ മാതിരിയാ. മാല നന്നായിട്ട് കാര്യമുണ്ടോ? കിട്ടിയത് കുരങ്ങന്റെ കയ്യിലല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളെ പരിഭാഷയിൽ ഇങ്ങനെ 100 കോലത്തിൽ ദൈവം ഉണ്ടായത്. 1/3 ഭാഗവും പരലോക വിശ്വാസവുമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ്. ഈ സമൂഹം അറിഞ്ഞോ? ഞങ്ങൾ നന്നായി അറിഞ്ഞിക്കണേ. ഞങ്ങൾ നന്നായി അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 4 സുന്നി സഭകളുണ്ട്. അവർക്ക് വ്യത്യസ്തങ്ങളായ മതകലാലയങ്ങളുണ്ട്. ഈ സദസ്സിൽ വ്യത്യസ്ത പ്രായക്കാരും ദേശക്കാരുമായ ആളുകളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ള ദൈവവിശ്വാസമുണ്ട്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഇങ്ങനെ ഏകനായ അള്ളാഹുവിനെ ഏക രീതിയിൽ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഞങ്ങളെ ഗുരുപരമ്പരകളിലൂടെ മാതൃപിതൃ പരമ്പരകളിലൂടെ സിറാത്തുൽ മുസ്തഖീമിന്റെ സച്ചരിതമായ വഴികളിൽ സ്ഥിരപ്പെട്ട അള്ളയുണ്ട്. പറയാൻ കഴിയോടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ വെറുതെ കടപ്പുറത്തേക്ക് മണലേറ്റാണ് ആരാന്റെ ചോറ് തിന്ന് പോകാൻ ഒരു ഏർപ്പാട്, അല്ലാതെ എന്താണ്? എന്നിട്ട് നോക്കി നിങ്ങള് മൗലവി ഇതൊക്കെ പറഞ്ഞിട്ട് പറയണേ സമസ്തക്കാർക്ക് എന്തെങ്കിലും മുജാഹിദീങ്ങളോട് നിങ്ങൾക്ക് അള്ളാന്റെ കാര്യത്തിൽ ഒരു ഗൗരവല്ലേ എന്ന് ചോദിച്ചേണ്ടി വന്നിക്കണോ? എന്നാൽ മുജാഹിദീങ്ങൾക്ക് സമസ്തക്കാരോട് ചോദിച്ചേണ്ടി വന്നിക്കണ്. ഇവന്റെ തോലിക്കട്ടി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കേരളത്തിലെ സമസ്തക്ക് മുജാഹിദുകളോട് നിങ്ങൾ എന്താ അള്ളാനെ മറന്നത് എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്ക് മാത്രമല്ലാന്ന് ഈ നാട്ടിലെ മൂകീപ്പെട്ട ആൾക്കാർക്കൊക്കെ. ഒരു ക്രിസ്തീയ പുരോഹിതനോട് ഒരു മുജാഹിദ് മൗലവി ചെന്നിട്ട് തർക്കത്തിന് പോയി. ഞാൻ ആ ക്ലിപ്പൊന്നും ഉണ്ടില്ല. അങ്ങനെ ഈ മൗലവി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബൈബിളിൽ പഴയ ബൈബിളിൽ ഒരു നിയമമാണ്, പുതിയ ബൈബിളിൽ ഒരു നിയമമാണ്. അച്ചായൻ ഈ അൽമനാർ മുഴുവൻ എടുത്തു. എന്നിട്ട് ഈ 2010 ഇങ്ങനെയാണ്, 2007 ഇങ്ങനെയാ പഠിച്ചോ, 2009 ഇങ്ങനെയാണ്. പിന്നെ അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി ആവൂലേ? ഇതാണ് അവസ്ഥ സഹോദരന്മാരെ. കുഞ്ഞാടുകളോട് ചോദിച്ചത് നീ നമ്മളോട് ചോദിച്ചോക്കണ്ടേ? ചോദിക്കേണ്ടി വരുമോ? നിങ്ങളോടേ ചോദിക്കേണ്ടി വരുള്ളൂ. ഞങ്ങൾ ചോദിക്കാൻ നിങ്ങളോട് എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് യാതൊരു വക്കാർത്തും കാണാത്ത? ഞങ്ങൾ അള്ളാഹുവിനെ അതിന്റെ ജലാലത്തിലും അളമത്തിലും വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് ബോംബനും മോളിയും പോലെ ഞങ്ങളെ ദൈവത്തെ നിങ്ങൾക്ക് കാണൂല. നിങ്ങളെ ദൈവത്തെ അങ്ങനെയാണ് നിങ്ങൾ 100 കൊല്ലം പരിചയപ്പെടുത്തിയത്. എന്നിട്ട് ഈ ജാതി തോന്നിയാസൊക്കെ പറഞ്ഞിട്ട് വഹാബി പുരോഹിതം വീണ്ടും ആയത്തോതിയിട്ട് പറയാണ്, പരലോകത്ത് ചെല്ലുമ്പോഴേ നിങ്ങളെ ശപിക്കൂട്ടോ. ആര്? പുരോഹിതന്മാരെ നിങ്ങൾ ശപിക്കും, നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് മൗലവിന്റെ അടുത്ത ഡയലോഗ്. എല്ലാരും ഖുർആനിൽ മുജാഹിദുകൾക്ക് ഒരു സെപ്പറേറ്റ് ഖുർആൻ മുജാഹിദ് സെന്ററിൽ ഇറങ്ങിയിട്ടില്ല. അതെ, ഖുർആൻ ഒന്നാണ്. പക്ഷെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ഇറക്കണ ചരക്ക് ഡ്യൂപ്ലിക്കേറ്റാ. ഞാൻ പറഞ്ഞു ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവേ ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. ഖുർആന്റെ 33-ാം അധ്യായം 68-ാമത്തെ വചനം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ബാലുശ്ശേരി പണ്ട് റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പിന് ബർക്കത്തില്ല എന്ന് പ്രസംഗിച്ചിരുന്നപ്പോ അന്ന് സ്റ്റേജ് എട്ടി കൊടുത്ത പോയത്തക്കാര്, അന്ന് ഇയാൾക്ക് തിന്നാൻ കൊടുത്ത പോയത്തക്കാര്, അന്ന് അതിന്റെ പോസ്റ്റർ ഒട്ടിച്ച പോയത്തക്കാരൊക്കെ മുങ്കർ നക്കീറിന്റെ അടുത്ത് എത്തി. ഒരു പറയുന്നുണ്ടാവൂലേ, പഠിച്ചോൻ ആ പഹയനെ ഇരട്ടി കൊടുക്കണേന്ന് ഉണ്ടാവൂലേ? ഓൻ തന്നെ കാലുമാറി ഇവിടെ ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാ ചുരുങ്ങിയത് ഓൻ എന്നെ ഓലപ്പം നിൽക്കണ്ടേ ഈ മുട്ടുകൊള്ളാന്? ഓൻ കാലുമാറി മരിച്ചണീന്റെ മുമ്പ്. പക്ഷേ അന്ന് സ്റ്റേജ് കെട്ടിക്കൊടുത്തോലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കണങ്കാല് ഉണ്ട് എന്ന് പറഞ്ഞതും ഇല്ല എന്ന് പറഞ്ഞതും ഒരു പരിഭാഷയില്ല. രണ്ടാലൊരു പരിഭാഷക്കാർ നിങ്ങളെ ശപിക്കൂലേ പരലോകത്ത് വന്നാൽ? ഞങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു ഗതികേട്? ഞങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു ഗതികേട്? എന്നിട്ട് കർച്ചീഫിന്റെ കാര്യമൊക്കെ മുമ്പ് തുടരട്ടെ. ഇവിടെ ഉദ്ധരിച്ചതും അതാണ്. അതുകൊണ്ട് ഒരു 10 രൂപയുടെ കർച്ചീഫ് വാങ്ങുമ്പോൾ പോലും നാം എത്ര ശ്രദ്ധിക്കാറുണ്ട്? അതെ, നല്ലോ ശ്രദ്ധിക്കണം. ഒരു ടവല് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും. പിന്നെ ഖുർആൻ പരിഭാഷ വാങ്ങുമ്പോൾ ആലോചിക്കാതൊക്കെ നല്ലോ ആലോചിക്കണം. ഈ ഖുർആൻ പരിഭാഷയിൽ ഏതാ സാധനം? ചേകന്നൂരോ കാദ്യാനിയോ വഹാബിയോ വഹാബിയിലെ 18,000 ഗ്രൂപ്പോ ഏതാണ് നോക്കാതെ തൊട്ടു പോകരുത്.
തൊട്ടുപോകരുത് മുസ്ലിമീങ്ങള്. വിവരമില്ലാത്തവർ ഒരിക്കലും അതിൽ തൊട്ടുപോകരുത്. അത് അള്ളാഹുവിന്റെ ദീന് പറയുന്ന വിഷയം തന്നെയാണ്. എന്നിട്ട് മൗലവിമാര് പറയാ മുജാഹിദീങ്ങളെ പ്രസംഗം കേൾക്കരുത്, മുജാഹിദീങ്ങളെ പ്രസംഗം കേൾക്കരുത് എന്നൊക്കെ ഇവിടുന്ന് സുന്നി മൗലവിമാർ പറയും. നിങ്ങൾക്ക് എന്താ മുജാഹിദീങ്ങളെ പ്രസംഗം കേട്ടാലുള്ള ബേജാറ്? ഞങ്ങളെല്ലാവരും പറയുന്നതാ നിങ്ങളെ പ്രസംഗം കേട്ടോളൂ. ഒറ്റ വഹാബി പ്രസംഗം കേൾക്കൂല. അപ്പം ലൈവിൽ നമ്മളെ പരിപാടി ഉണ്ട്, ചെന്നോക്കാണി അവിടെ ഇങ്ങനെ കുരു പൊട്ടിച്ച് നിൽക്കുക എന്നല്ലാതെ പറയണമെന്ന് കേൾക്കൂല. ഒരൊറ്റ അക്ഷരം വഹാബികൾ കേൾക്കൂല. എന്നാൽ ഇവിടെ ഡയലോഗോ പരലോകം പോലെ തന്നെ ഡയലോഗിലൊരു കുറവുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഖുർആൻ ഓലെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞതാ മൂപ്പര ബേജാറ്. പലപ്പോഴും സമസ്ത ആളുകൾ പറയാറുണ്ട്, പലപ്പോഴും അല്ല എപ്പോഴും, മുജാഹിദീങ്ങളുടെ പ്രഭാഷണം കേട്ടുപോകരുത്, പോകരുത്, ആ ബൈക്കേ പോകരുത്. എന്താ ഇത് പറയാൻ? ഇത് സ്വകാര്യം പറയുന്ന വിഷയമൊന്നുമല്ല. അങ്ങനെ തന്നെയല്ലേ സിനിമകളിൽ പോകരുത് എന്നല്ലേ ഞങ്ങൾ പറയേണ്ടത്? കള്ളുടിച്ചാൻ പോകരുത് എന്നല്ലേ പറയേണ്ടത്? അതിനേക്കാളും ഡേഞ്ചർ അഭിതത്ത് കേൾക്കാൻ പോകരുത് എന്നല്ലേ. എന്തുകൊണ്ട് അവർ ഭയക്കുന്നു? അതോ പറഞ്ഞുതരാ. എന്തുകൊണ്ടാ ഭയക്കണെന്നറിയോ? പച്ചക്ക് ആയത്ത് നിങ്ങൾ നിഷേധിക്കും, പച്ചക്ക് ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കും, പച്ചക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കും. നിങ്ങൾ ആലോചിക്കും. മുമ്പ് ഞാൻ സമയം പോലെ ആയത്തേക്ക് വരുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാർത്തിങ്ങ പോയി ഇസ്തിഗാസ നടത്താൻ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും. ആ ആയത്ത് നമ്മൾ ഓതിക്കൊടുത്തപ്പോ ഒരു ഉളുപ്പില്ലാതെ ഈ ചങ്ങായി ഒറ്റ ശ്വാസത്തിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ആയത്തെ ഖുർആനിലില്ല. മുസ്ലിമീങ്ങളെ, ഇതൊരു പുരോഹിതൻ സ്റ്റേജ് കെട്ടി പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഈ ആയത്തിന്റെ അവസ്ഥ എന്താണെന്ന്? നമ്മൾ ഒരുപാട് കാലം പറഞ്ഞു അങ്ങനെ ആയത്തുണ്ട് മോമിനീങ്ങളെ, സുന്നത്തിയമായത്ത് വിശ്വസിച്ചു. പക്ഷെ ഈ മൂല്യമാര് തട്ടിപ്പാണ് എന്നതൊരു ഷഹാദത്ത് കലിമയായി സ്വീകരിച്ച കുഞ്ഞാടുകൾ, അതാണ് വഹാബികൾ. നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിച്ചില്ല. അവസാനം പിന്നെ എന്ത് ചെയ്തു? വഹാബി പുരോഹിതന്മാര് തമ്മു തെറ്റി. അപ്പതാ വന്ന് പറയണേ, ബാലുശ്ശേരി പണ്ട് പറഞ്ഞു വലവന്നവും മില്ലലും പറഞ്ഞ ആയത്തന്നല്ലാന്ന്, ഒന്നല്ല 4 ഉണ്ട് അപ്പുറത്തെ മൗലവി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ഒരു പരാമർശം, അപ്പൊ പറയും വലവു അന്നവും അങ്ങനെ കണ്ടങ്ങള് പച്ച നോണിയാ. സാധാരണക്കാർക്ക് അറിയോ? നിങ്ങൾ പെട്ടുപോകൂലേ, നിങ്ങൾ വഞ്ചിക്കപ്പെടൂലേ? മുസ്ലിമീങ്ങളെ അടുത്തു പോകരുത്. അതങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ആ മുസ്ലിമീങ്ങളായിട്ടൊക്കെ നമ്മൾ നല്ല സൗഹൃദത്തിൽ പോകണം. കാരണം പിന്നെ അത് എന്നാൽ വഹാബികളായിട്ട് പോകരുത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെയല്ല കൊറോണ. അത് മൂക്കും ചോടും എല്ലാം പൊത്തിയിട്ട് ആ വഴിക്ക് പോകാൻ പറ്റുള്ളൂ. നെട്ടൂലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ ഖുർആനിലെ 4 ആയത്ത് ഒറ്റ ശ്വാസത്തിൽ വെട്ടിയേക്കുക, നെട്ടേ ചെയ്യുള്ളൂ. ഇല്ല, ഒരു സ്ഥലത്ത് നിന്നല്ല ഞങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ടേ. പക്ഷെ ഭയങ്കര പരലോകം തെളിവൊക്കെ ചോദിക്കുന്ന സാധനങ്ങളല്ലേ വില. എന്തൊരു വർത്താനം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ പഹയന്മാര് ഈ വൗലവി ഈ പ്രസംഗിച്ചു പോകുമ്പോൾ ആ മുസാഫ് ഒന്ന് എടുത്തോക്കണ്ടേ? അങ്ങനെ ഒരു ആയത്ത് അവിടെ ഉണ്ടോല്ലേന്ന്. എന്നാ അതെന്നെങ്കിലും ഒന്ന് കണ്ണു അർത്ഥറിയില്ലെങ്കിലും കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടൂടെ? ഇല്ല. നമ്മൾ ഉണ്ട് പറഞ്ഞ് നാടൊട്ടുക്കും പ്രസംഗിച്ചായിരുന്നു. വഹാബികൾ മുസാഹിബ് ഒന്നും എടുത്തു നോക്കിയില്ല. ഈ മോലിയർ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ നോക്കണ്ടേ? എടുത്തു നോക്കിയില്ല. കാരണം എന്താ? മോലിയന്മാർ നുണേ പറയുള്ളൂ എന്നുള്ളതാണ് വഹാബികളെ ഷഹാദത്ത് കലിമ. അതുകൊണ്ട് പിന്നെ എടുത്തു നോക്കേണ്ട ആവശ്യമല്ല. പിന്നെ തമ്മ് തെറ്റിയപ്പോ അപ്പുറത്തെ വഹാബികൾ എന്നത് പറയാൻ തുടങ്ങി. 4 ആയത്തുണ്ട് ഖുർആനില്, ഒരായത്തല്ല 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലവു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുക. പച്ച നുണയാ പറഞ്ഞത്. സാധാരണക്കാർക്കറിയുമോ? നിങ്ങൾ ഇവരുടെ പ്രസംഗം കേട്ടാൽ പെട്ടുപോകൂലേ മുഅ്മിനീങ്ങളെ? ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കി. അതെ, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ക്ലിപ്പാക്കിയിരിക്കണ്. ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളിത് നാടൊട്ടുക്കും പറഞ്ഞു. അന്ന് ഈ മൗലവി മറ്റേ ആളോട് തെറ്റിയിട്ടില്ല. അപ്പൊ ഇയാള് മുണ്ടാതിരുന്നു. എന്നാ ഇയാൾ അന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? 4 മുണ്ടിയില്ല. തെറ്റിയപ്പം പറഞ്ഞു അല്ല 4.
വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂമാ. അപ്പൊ ചുരുക്കി പറഞ്ഞ കുനുകുനേന ആയത്തുണ്ട്. മൗലവിക്ക് അത് നിഷേധിക്കാൻ ഒറ്റ ശ്വാസം ഒരു കാറ്റ് ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇത് സാധാരണക്കാർക്ക് അറിയില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ കബളിപ്പിച്ച് ഹദീസുകളെ നിഷേധിച്ച് ആയത്തുകൾ വെട്ടിക്കുറച്ച് നിഷേധിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന കക്ഷിത്വം, എന്നിട്ട് ഇവിടെ വന്നിട്ട് മൗലവി അവകാശപ്പെടുകയാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം നേർന്ന ഒരു വിഭാഗമുണ്ട്. അതാരാണ്? ഇസ്ലാഹിന്റെ ആളുകളാണ്, ദീൻ പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഇവർ ഇസ്ലാഹികളാണ് എന്ന് അവകാശപ്പെടുകയാണ്. ഒരു വിഭാഗത്തിന് മംഗളമുണ്ട്, ആശീർവാദമുണ്ട്. ആരാണ് അവർ? അത് അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി. എന്റെ കാലശേഷം സുന്നത്ത് കേടുവരുത്തി ബിദ്അത്തുണ്ടാക്കി അവർക്കെതിരെ ഇസ്ലാഹ് നടത്തുന്നവർ, പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വിളിക്കുന്നവർ, അത് ഇസ്ലാഹാണ്. ആ ഇസ്ലാഹുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും പറയുമ്പോൾ തന്നെ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ല എന്ന് പറയപ്പെട്ടാൽ ഖാലൂ വനുമിൻ ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന കള്ളനാണ് നാണയങ്ങളെ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ അറബി ഭാഷയിൽ ആണയിട്ടു പറയാനുള്ള എല്ലാ വേർഡുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. ഒരു ഫസാദികളാണ്, ഇസ്ലാഹികളല്ല. എന്താ തിരിച്ചറിയല്ല മാർഗം? അതും കൂടി വളരെ ലളിതമായി ഖുർആൻ പറഞ്ഞു, വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അന്നാസ് ആകുന്ന സ്വഹാബത്തിന്റെ റൂട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ അനുമിനു കമാ ആമന സുഫഹാ, അവർ യാഥാസ്ഥികരും ഖുറാഫികളുമാണെന്ന് പറയുന്ന കക്ഷികൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാഴക്കാട്ട് MT അബ്ദുറഹ്മാൻ മൗലവി വഹാബിസത്തിന് കുറ്റിയടിച്ചത്. അത് പറഞ്ഞിട്ടാണ് KM മൗലവി ഇതിന് കുറ്റിയടിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയാണ്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരുണ്ടാക്കുന്ന ഫസാദ് എന്ത്? അവർ വലിയ ഫസാദുകാരികളാണ്. അപകടകരമായ നാശങ്ങളെ വിളിച്ചു വരുത്തും വിധം ഈ ഉമ്മത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കപടനബോധാനകാരികളായ ഫസാദികളുണ്ട്. ആ ഫസാദിയാണോ വഹാബികള്? എന്താ കാരണം? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപകടകാരികളായ ഫസാദികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഖവാരിജികളാണ്. ആ ഖവാരിജികൾ ചെയ്ത തോന്നിയാസം എന്താണ്? ഇൻദലഖു ഇലായാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തമാശക്ക് പോലും തൊള്ള കൊണ്ട് പോലും ഉച്ചരിക്കാത്ത മക്കക്കുഫാറുകൾക്കെതിരെ ഇറങ്ങിയ ആയത്ത് സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം മുഖ്യധാരക്കെതിരെ ദുർവ്യാഖ്യാനം ചെയ്ത് അവരിൽ കുഫ്രിയത്തും റിദ്ദത്തും ആരോപിച്ച് കലഹം കൂട്ടി രക്തവും സമ്പത്തും ഹലാലാക്കിയ കക്ഷിത്വം. ആ കക്ഷികളെ കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വകാന യറാഹും ശിറാറ ഖൽഖില്ലാ, അവർ ഇഫ്സാദികളാണ്, ഇസ്ലാഹികളല്ല. ഇതാണ് ഇവിടെ വന്ന കപട നവോത്ഥാനകാരികൾ.